രാവിലെ പശുവിൻ്റെ ഒക്കെ പണി കഴിഞ്ഞിട്ടുണ്ട് അടുത്ത പണിക്ക് പോകാൻ. ഞാനപ്പോൾ പാലളന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കുടിക്കാനുള്ള വെള്ളമാണ്. അപ്പോൾ തിളപ്പിച്ച വെള്ളമാണ് ഇപ്പോൾ കുടിക്കാറ്. എല്ലാവരും തിളപ്പിച്ച വെള്ളം തന്നെ കുടിക്കേണ്ട. അപ്പോൾ അതിലോട്ട് കുറച്ച് പാലൊഴിച്ച് കൊടുത്ത് പിന്നെ തേയിലിട്ടു. പിന്നെ ഷുഗർ കട്ട് എന്നൊക്കെയാണ് പറയുന്നത്. ചായയിൽ മാത്രം ഷുഗർ കട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ കുറച്ച് ദിവസമുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെയും പഞ്ചസാര അല്ലാണ്ട് കുടിക്കാൻ പറ്റില്ല എന്നേ. അങ്ങനെ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അവിൽ നനയ്ക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അവിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ദേശീയ ഭക്ഷണം എന്നും പുട്ടാണ്. അപ്പോൾ ഒന്ന് മാറ്റി പിടിക്കണമല്ലോ. അപ്പം അങ്ങനെ അവിൽ നനയ്ക്കാൻ വേണ്ടി പാത്രത്തിലോട്ട് ഇട്ടിട്ടാം. അപ്പം ഞാൻ ശർക്കര മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതിന് എന്തായാലും മധുരം വേണമല്ലോ. അപ്പോൾ ശർക്കര അതിൻ്റെ ഇടയിൽ കൂടെ അടിയിലും പിടിച്ച്. അങ്ങനെ അപ്പോൾ അത് ഒഴിച്ചിട്ടുണ്ട്. പാത്രത്തിലോട്ട് വീഴുന്നില്ല. അപ്പോൾ നോക്കിയപ്പോഴൊരു കുഞ്ഞിക്കൈ അതിൻ്റെ ഇടയിൽ കൂടെ കട്ടിനാൻ വരുന്നു. അവൾക്ക് ശർക്കര ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ശർക്കര അങ്ങനെ കൊടുക്കാറില്ല. ഞാൻ പനം കൽക്കണ്ടം തന്നെയാണ് യൂസ് ചെയ്യണേ. അപ്പോൾ അത് മെൽറ്റ് ചെയ്യാനായിട്ട് രണ്ടാമത് ഇനി മെൽറ്റ് ചെയ്യണം. അപ്പോൾ രണ്ടാമത് മെൽറ്റ് ചെയ്യാൻ ഇത് അതിലോട്ട് ഒഴിച്ചിട്ടാണ്. കരിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ വലിയ ചൊവയൊന്നും വന്നില്ലായിരുന്നു. അങ്ങനെ അതിലോട്ട് കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത്. അപ്പോൾ ഞാൻ അച്ചാറും കൂട്ടി തിന്നാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെയുണ്ടോ? പിന്നെ കൊത്തമല്ലി ആയിരുന്നു. അപ്പോൾ കൊത്തമല്ലി അരിഞ്ഞ് അതിന് തോരനൊക്കെ ഉണ്ടാക്കി. അതിന് പിന്നെ എനിക്കൊന്ന് ഡോക്ടറെ അടുത്ത് പോകണമായിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പോയി. അപ്പോൾ ഞങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.